നമസ്കാരം. ഇന്ന് 2025 ജനുവരി 27 തിങ്കളാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വെജിറ്റബിൾ ഓയിൽ, മിൽക്ക് പൗഡർ, വാട്ടർ, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നത്. മേഴ്സറീസ് അങ്ങനെയല്ല. മിൽക്ക്, ബട്ടർ, റിയൽ ഫ്രൂട്ട്സ്, നാച്ചുറൽ ഫ്ലേവേഴ്സ്, നാച്ചുറൽ കളർ, പിന്നെ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്. വ്യത്യാസം മനസ്സിലാക്കും. നല്ലത് മാത്രം കഴിക്കൂ. Merciless, the true ice cream. പ്രൗഢഗംഭീരമാക്കി ഓസ്ട്രേലിയയുടെ പതാക ഉയർത്തൽ ചടങ്ങുകളും 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകളുടെ പൗരത്വ പ്രതിജ്ഞയെടുക്കലും നടന്നതോടെ രാജ്യത്തുടനീളം ഓസ്ട്രേലിയ ദിന പരിപാടികൾ വർണ്ണഗംഭീരമായി. ഞായറാഴ്ച രാവിലെ കാൻബറയിലെ ബർലിംഗ് ഗ്രീഫിൻ തടാകത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പങ്കെടുത്തു. അവിടെ ഓസ്ട്രേലിയൻ ഫെഡറേഷൻ ഗാർഡിന്റെ പൊതു സല്യൂട്ട് പ്രധാനമന്ത്രി സ്വീകരിച്ചു. ഗവർണർ ജനറൽ സാം ഹോസ്റ്റിനെ വൈസ് റീഗൽ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. കാൻബറയിൽ നടന്ന ദേശീയ ചടങ്ങിൽ പുതിയ പൗരന്മാർ അവരുടെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തെ പ്രാദേശികവാസികളായ അബോറിജിനൽ സമൂഹത്തിന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്നലെ പ്രതിഷേധ കരാക്രമണ ദിന റാലികളിൽ ഒത്തുകൂടി. 1788 സിഡ്നി കോവിൽ ബ്രിട്ടീഷ് പതാക ഉയർത്തിയതിന്റെ വാർഷികമാണ് ഇവർ ജനുവരി 26 ആഘോഷിക്കുന്നത്. എന്നാൽ ഈ തീയതിയെ പല ദേശീയ സമൂഹങ്ങളും അധിനിവേശ ദിനം അല്ലെങ്കിൽ അതിജീവന ദിനം എന്ന് വിളിക്കുന്നു. അതിജീവന ദിനത്തിലെ പ്രതിഷേധക്കാർ CBDയിലെ ക്വീൻസ് പാർക്കിൽ നിന്ന് വെസ്റ്റ് എൻഡിലെ മാസ്ഡോ പാർക്കിലേക്ക് മാർച്ച് നടത്തി. ഓസ്ട്രേലിയയുടെ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി മെൽബൺ നഗരത്തിൽ 2 ചരിത്ര പ്രതിമകളും നശിപ്പിക്കപ്പെട്ടു. മെൽബണിലെ സ്ഥാപകരിൽ ഒരാളായ ജോൺ ബാറ്റ്മാന്റെ പ്രതിമയെ 2 ഭാഗമാക്കി മുറിച്ചു കളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഓസ്ട്രേലിയൻ സൈനികരെ അനുസ്മരിക്കുന്ന ഒരു സ്മാരകത്തിൽ ലാൻഡ് ബാങ്ക് എന്ന് എഴുതിയതും ചുവന്ന പെയിന്റ് പാടുകൾ പതിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ആന്റി വ്രിങ്കിൾ കുത്തിവെപ്പുമായി ബന്ധപ്പെട്ട ബോട്ടുലിസം കേസുകൾ സംശയിച്ച് സിഡ്നിയിലെ 3 പേർ ആശുപത്രിയിൽ. ടോക്സിൻ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അപൂർവവും ആരോഗ്യവുമായ രോഗമാണ് ബോട്ടുലിസം. ഇതിനെ തുടർന്ന് അംഗീകൃത പ്രാക്ടീഷണർമാരിൽ നിന്ന് സൗന്ദര്യവർദ്ധക കുത്തിവെപ്പുകൾ മാത്രം സ്വീകരിക്കാൻ NSW ഹെൽത്ത് അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. രോഗബാധയെ തുടർന്ന് സിഡ്നിയിലെ ഒരു സ്ത്രീ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കൂടാതെ അനിയന്ത്രിതമായ ആന്റിവ്രിങ്കിൾ കുത്തിവെപ്പുകളുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ കേസുകളുമായി മറ്റ് 2 പേർ കൂടി ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുണ്ട്. അംഗീകൃത പ്രാക്ടീഷണർമാരിൽ നിന്ന് മാത്രം സൗന്ദര്യവർദ്ധക ചികിത്സകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇതിനു മുൻപും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ആളുകൾ ഇത് പാലിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അനിയന്ത്രിതമായി ഉപയോഗിക്കുന്ന ഇത്തരം മരുന്നുകൾ മരണത്തിന് വരെ കാരണമായേക്കാം. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള 51-കാരിയായ യുവതിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിക്ടോറിയൻ ഹോളിഡേ ഡെസ്റ്റിനേഷനിലെ വീട്ടിലെ ബാൽക്കണി തകർന്നു വീണുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. സംഭവത്തിൽ കൂടെയുണ്ടായിരുന്ന വളർത്തുനായക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 പുരുഷന്മാരും 3 സ്ത്രീകളും 2 കൗമാരക്കാരായ പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് വിക്ടോറിയ പോലീസ് നൽകുന്ന വിവരം. ബാൽക്കണിയിൽ നിന്ന് മരത്തിനടിയിൽ താൽക്കാലികമായി കുടുങ്ങിയ 3 പേർ കാലിന് പരിക്കേറ്റ് ചികിത്സയിലാണെന്നാണ് വിവരം. ആശുപത്രിയിൽ തുടരുന്ന ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന് പിന്നാലെ സ്റ്റേറ്റ് എമർജൻസി സർവീസസ് വോളണ്ടിയർമാർ പ്രദേശം പരിശോധിക്കുകയും കെട്ടിട ഘടന വിലയിരുത്താൻ സർവേയറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൊടുങ്കാറ്റ് ദുരന്തം വിധിച്ച ന്യൂ സൗത്ത് വെയിൽസിൽ സർക്കാർ അടിയന്തര ദുരന്ത നിവാരണം വിപുലീകരിച്ചു. സമീപകാലത്തെ കൊടുങ്കാറ്റ് ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ച പ്രദേശത്തേക്കുള്ള സഹായം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കൗൺസിൽ മേയർ സംസ്ഥാന സർക്കാരിന് നന്ദി രേഖപ്പെടുത്തി. കോമൺവെൽത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിക്കവറി ഫണ്ടിന്റെ അറേഞ്ച്മെന്റിന് കീഴിൽ സാമ്പത്തിക സഹായത്തിന് അർഹതയുള്ള 9 കൗൺസിലുകൾക്ക് സഹായം ലഭിക്കും. ജനുവരി 15 മുതൽ 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്ത് കനത്ത മഴയുണ്ടായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ മെറ്റ്ലാൻഡ്, പോർട്ട് സ്റ്റീഫൻസ്, നൊവാലി വാലി കൗൺസിലുകൾക്കുള്ള ക്രമീകരണങ്ങൾ സജീവമാക്കിയിരുന്നു. കനത്ത കാറ്റിനും മഴയും തുടർന്ന് 7500-ലധികം അടിയന്തര സംഭവങ്ങളാണ് പ്രദേശത്ത് ഉണ്ടായത്. ഫണ്ട് വിപുലീകരണവും അടിയന്തര സേവനങ്ങളുടെ സഹായ വർധനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ കാട്ടുതീ കണ്ടതോടെ 4 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ആയിരക്കണക്കിന് ആളുകൾ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കുകയുമാണ്.
10 നിന്ന് 200 കിലോമീറ്റർ തെക്കുകിഴക്കായി ആർത്ത നദിക്ക് സമീപമാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ചൂടുള്ള കാലാവസ്ഥയും ശക്തമായ കാറ്റും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ കാട്ടുതീ വ്യാപിക്കാൻ കാരണമായിട്ടുണ്ട്. വീറ്റ് ബെൽറ്റ് പ്രദേശത്ത് 11,000 ഹെക്ടറാണ് കത്തിനശിച്ചിട്ടുള്ളത്. ആർത്ത നദിയിലെ താമസക്കാർ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞുപോകുവാൻ വൈകിയെന്നും ഇത്തരം സാഹചര്യത്തിൽ ആളുകൾ സമചിത്തതയോടെ പ്രവർത്തിക്കണമെന്നും എമർജൻസി വെസ്റ്റേൺ ഓസ്ട്രേലിയ വ്യക്തമാക്കി. അലക്സാണ്ടർ സുരവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെട്ട് യാനിക് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം നിലനിർത്തി. ഒരു ബ്രേക്ക് പോയിന്റ് പോലും അനുവദിക്കാതെ ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ചാണ് സിന്നർ ജേതാവായത്. സ്കോർ 6-3, 7-6, 6-3. തുടർച്ചയായി ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകൾ നേരിട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണ് സിന്നർ. 1992 ജിം കൊറിയർ കുറഞ്ഞ പ്രായത്തിൽ ഈ നേട്ടം കൈവരിച്ചു. സെപ്റ്റംബറിൽ നടന്ന US ഓപ്പണിലും സിന്നർ തന്നെയാണ് വിജയിയായിരുന്നത്. താരത്തിന്റെ 3ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇറ്റലിക്കാരനാണ് സിന്നർ. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സം കോൺസേൺസിനെ തെരഞ്ഞെടുക്കണമെന്ന് ഓസ്ട്രേലിയൻ ടീം മാനേജ്മെന്റിനോട് ശുപാർശ ചെയ്ത് റിക്കി പോണ്ടിംഗ്. കോൺസ്റ്റൻസിന്റെ ഇന്ത്യക്കെതിരായ അരങ്ങേറ്റ പ്രകടനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പോണ്ടിങ്ങിന്റെ നിർദ്ദേശം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് സാം കോൺസ്റ്റൻസ് ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ 65 പന്തിൽ നിന്ന് 60 റൺസ് നേടി അദ്ദേഹം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗിൽ 3 റാം ഷോട്ടുകൾ അടക്കം പ്രകടിപ്പിച്ച് ആരാധകരെയും അദ്ദേഹം ആകർഷിച്ചിരുന്നു. എന്നിരുന്നാലും ഓസ്ട്രേലിയയുടെ ചീഫ് സെലക്ടർ ജോർജ് ബെയ്ലി ശ്രീലങ്കൻ പരമ്പരയ്ക്കായി ട്രാവിസ് ഹെഡിനെ ഓപ്പണറായി പരിഗണിക്കുന്നതായി സൂചന നൽകിയിട്ടുണ്ട്. കോൺസ്റ്റൻസിന്റെ സ്ഥാനത്തെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയുമാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.